സോ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോയിലേക്കാണ് പോകുന്നത്. അതെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനൊരു ഫോൺ വാങ്ങാതിരിക്കാം എന്നാണ്. അതെ, ഈ ചാനൽ തുടങ്ങിയിട്ട് എങ്ങനെ ഒരു ഫോൺ വാങ്ങരുത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ ദ ഐറണി ഈസ് ദാറ്റ് ഞാൻ ഉദ്ദേശിച്ച ടൈറ്റിൽ അങ്ങനെയാണെങ്കിലും അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അതായത് എങ്ങനെ ഒരു പെർഫെക്റ്റ് ഫോൺ വാങ്ങാം, പക്ഷേ എങ്ങനെ ചില ഫോണുകൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഹൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ പരസ്യം കാണിച്ച് ഭയപ്പെടുത്തുന്ന ഫോണുകൾ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു ഫോൺ എടുക്കുകയും ചെയ്യാം, അതാണ്. പിന്നെ ഓഫ് കോഴ്സ് വേറെ കുറേ ചവറ് സാധനങ്ങൾ എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ തുടങ്ങിയേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി വല്ലപ്പോഴൊക്കെ വീഡിയോസ് ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അതെ, അപ്പം തുടങ്ങിയേക്കാം. ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം ഓഫ് കോഴ്സ് ഞാൻ പരസ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതെ, പരസ്യത്തിന് മുമ്പ് ഹൈപ്പ്. ഒരു ഫോൺ ഇറങ്ങുന്നതിന് മുമ്പ് മുടിഞ്ഞ ഹൈപ്പ് ആയിരിക്കും. അതായത് പലരും ഈവൻ ഇൻഫ്ലുവൻസേഴ്സ് വരെ അത് ഹൈപ്പ് ചെയ്യും. ബ്രാൻഡുകൾ ഓൾറെഡി ഹൈപ്പ് ചെയ്യും. പിന്നെ നത്തിങ് അണ്ണൻ, ഐ മീൻ കാൾപ്പണ്ണനൊക്കെ ഹൈപ്പ് ചെയ്ത് അങ്ങ് മേളിൽ കയറ്റി മൗണ്ട് എവറസ്റ്റിന്റെ മേളിൽ കൊടിയും കുത്തും. പക്ഷെ ഫോൺ ഇറങ്ങുന്ന ദിവസമായിരിക്കും ആ കൊടി താഴോട്ടങ്ങ് വീഴും. അതാണ് അവസ്ഥ. പക്ഷേ പുള്ളിക്ക് വേണ്ട സെയിൽസ് ഒക്കെ കിട്ടും. അതുകൊണ്ട് നെവർ ഫോൾ ഫോർ ഹൈപ്പ്. ഒരു ഫോൺ ഇറങ്ങി ആ ഒരു ഹൈപ്പിൽ ആ ഒരു സെറ്റപ്പിൽ എക്സൈറ്റഡ് ആയിട്ട് പോയി മേടിക്കാതിരിക്കുക. ഈവൻ അൾട്ര ആണെങ്കിൽ പോലും ഒരു ഫോൺ ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ വരും. അതായത് അതിനെപ്പറ്റി ഒരു ഓവറോൾ ഒരു സംഭവം വരും. ഇപ്പോൾ സിനിമ പോലെയാണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു അപ്പം ജനങ്ങളിലേക്ക് എത്തി അവർക്കൊരു റിവ്യൂ വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കാം പോണോ വേണ്ടോ എന്ന്. ബട്ട് സ്റ്റിൽ അത് വേറൊരു സിനാറിയോ ആണ്. കാരണം ചില സിനിമകൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടും. സോ ഡിഫറെൻറ്റ്. ബട്ട് ഫോണിൻ്റെ കാര്യത്തിൽ ഒരു ചെറുതായിട്ടൊക്കെ പറയാമെങ്കിലും മോസ്റ്റ് ഗുഡ് എന്ന് പറയുന്നത് ഹൈപ്പിൽ ഫോളോ ചെയ്യാതിരിക്കുക. അടുത്തായിട്ടുള്ളത് ഹൈപ്പ് വഴി നമ്മൾ പിന്നെ വരുന്നത് യൂട്യൂബിലേക്കായിരിക്കും. ഓഫ് കോഴ്സ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഇതുപോലെ തന്നെ നിങ്ങൾ പല ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ഫോണിൻ്റെ എസ്പെഷ്യലി ഇപ്പം ടെക് ആണെങ്കിൽ. അപ്പോൾ ഫോണിൻ്റെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ചിലർ ഒരു റിവ്യൂ കണ്ടിട്ട് അങ്ങ് മേടിച്ചേക്കും. ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം ഞാനൊരു ഫോൺ അൺബോക്സ് ചെയ്ത് ആ ഒരു ഒറ്റ റിവ്യൂ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഫോൺ പോയി മേടിക്കരുത്. ദയവ് ചെയ്ത് പോയി മേടിക്കരുത്. കാരണം എനിക്ക് ഫീൽ ചെയ്ത പോലെ ചിലപ്പോൾ നിങ്ങളുടെ കൈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. മേ ബി ചിലപ്പോൾ ഫീൽ ചെയ്യാം, ഡിപ്പെൻസ്. അത് ഞാൻ പലരോടും പറഞ്ഞു. ഞാനൊരു ഫോൺ റെക്കമെൻഡ് ചെയ്താൽ പോലും ഞാൻ നീഡ് അനുസരിച്ച് റെക്കമെൻഡ് ചെയ്ത് 100% ഞാൻ ആർക്കും ഉറപ്പ് കൊടുക്കാറില്ല ഒരു ഫോണിനും. എനിക്ക് അങ്ങനെ പെർഫെക്റ്റ്ലി ഫോൺ എന്ന് പറഞ്ഞാൽ ഉറപ്പ് കൊടുക്കാൻ പറ്റിയ ഫോണുകൾ ഒന്നുമില്ല. ഈവൻ ഞാൻ ഫോൺ മേടിക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ ഞാൻ കൂടുതൽ ആ ഒരു നീഡ്സ് വെച്ച് നമ്മളത് ഫിൽട്ടർ ചെയ്ത് എടുക്കുക എന്നുള്ളത് ഞാൻ പറയാറുള്ളൂ. അത് ഞാൻ അവരോട് പറയും, വേറെ റിവ്യൂസോടെ ഒന്ന് കണ്ടു നോക്കുക, അത് പറയും. അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി കുറേ റിവ്യൂസ് കാണുക. മാക്സിമം ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൽ തന്നെ ഇപ്പം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റിവ്യൂസും കാണാം. അപ്പം കുറേ എണ്ണം ഓഫ് കോഴ്സ് ചെറിയ രീതിയിൽ മറിഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ കുറേ എണ്ണം നിങ്ങൾക്ക് കുറച്ച് നല്ല ഐഡിയയിലേക്ക് എത്തിക്കുന്നതുമാകാം. സോ ഒരു 10 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സോ വാച്ച് മാക്സിമം റിവ്യൂസ് ആൻഡ് ഫൈനലി ഫിക്സ് ഇറ്റ്. അടുത്തായിട്ടുള്ളത് എപ്പോഴാണ് പ്രധാനപ്പെട്ട സമയം ഇത് മേടിക്കുക എന്നുള്ളത്. ഓഫ് കോഴ്സ് ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും BBD സെയിൽസ് അല്ലെങ്കിൽ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ ആയിരിക്കും. കാരണം ആ സമയത്ത് എപ്പോഴും ഫോൺസിന് വില കുറയും. അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ട് ഇറങ്ങിയ 10-40,000 രൂപയ്ക്കൊക്കെ ഇറങ്ങിയ ഫോൺ ചിലപ്പോൾ 30,000 രൂപയ്ക്കൊക്കെ വിൽക്കും. ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ 30,000 രൂപയ്ക്ക് നല്ല വാല്യൂ ഫോർ മണി ആയിരിക്കും. പക്ഷേ അതിനകത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് വളരെ റിസർച്ച് ചെയ്തിട്ട് തന്നെ മേടിക്കും. മേളിലുള്ള പോയിന്റ്സിനെല്ലാം വിലയിരുത്തിയിട്ട് തന്നെ മേടിക്കുക. പക്ഷേ ചില ഫോണുകൾ റേറ്റ് കുറഞ്ഞാലും ചിലപ്പോൾ തൊട്ടി രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. ലൈക്ക് OnePlus Nord 3. അതെ, എത്ര റേറ്റ് കുറഞ്ഞിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് സജസ്റ്റ് ചെയ്യാറില്ല. അതുപോലെ നോക്കുക. പക്ഷേ ചില ഫോൺസുകൾ റേറ്റ് കുറയുമ്പോൾ കറക്റ്റ് വാല്യൂവിൽ വന്ന് അത് ഹിറ്റ് ആകാറുമുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് നോക്കുക. ഓഫ് കോഴ്സ് അതിൻ്റെ ഉദാഹരണം റിയൽമി തന്നെയാണ്. അതെ, റേറ്റ് കുറയുമ്പോൾ അത് സംഭവം സെറ്റാവും. അപ്പോൾ അങ്ങനെ സംഭവം. പിന്നെ ഈ പറഞ്ഞ BBD, ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആ ഒരു ടൈമിലൊക്കെ പോയി മേടിക്കുക. ഓഫ്ലൈൻ സ്റ്റോഴ്സിലൊക്കെ ചിലപ്പോൾ ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കൊപ്പോ, വിവോ, സാംസങ്ങിൻ്റെ ചില പാട്ട ഫോൺസ് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സത്യം. അതെ, അടുത്തായിട്ടുള്ളത് ഞാനത് കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ കാരണം ഫോഴ്സ് ചെയ്യാതെന്ന് വെച്ചാൽ ഞാനത് ചെയ്തുകൊണ്ടാണ്. EMIയിൽ ഫോൺ വാങ്ങാതിരിക്കുക. കാരണം നിങ്ങൾ EMIയിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ഒരു എക്സ്പെൻസീവ് റേഞ്ചിലോട്ടുള്ള ഫോണിലേക്ക് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഒരു ബേസിക് നീഡ്സിന് ഒരു 15,000 ഫോൺ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണം, അത് EMI ഓക്കെ ഫൈൻ. പക്ഷേ നിങ്ങളൊരു 10-60,000 രൂപയുടെ ഐഫോൺ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ S സീരീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അൾട്രാ ഫോൺസോ 50 രൂപയുടെ ഒക്കെ ഫോൺസ് നിങ്ങൾ EMI ഒക്കെ മേടിക്കുമ്പോൾ ഒന്ന് കാര്യമായിട്ട് ആലോചിക്കുക. പിന്നെ എൻ്റെ ഒരു കേസിൽ ഞാൻ EMIക്കാണ് മേടിച്ചത്. ഓഫ് കോഴ്സ് കാർഡ് യൂസ് ചെയ്താണ് മേടിച്ചത് എൻ്റെ ബ്രദറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി അതിനകത്ത് എനിക്ക് റിഗ്രറ്റ് തോന്നുന്നില്ല. നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്നില്ല, കുഴപ്പമില്ല. കാരണം ഞാനത് സാധനം മേടിച്ച് അത് ആക്ച്വലി അതിൻ്റെ ഒരു ഫണ്ടിങ് എന്ന് പറയുന്നത്
എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു അത് തീരും, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമില്ലാതെ തീരും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഫൈനലി അത് ഡിസൈഡ് ചെയ്ത് മേടിച്ചത്. കാരണം എൻ്റെ ഒരു ചെറിയ എമൗണ്ടിൽ വെച്ച് ഞാൻ അത് ഒരിക്കലും മേടിക്കത്തില്ലെന്ന് തീരുമാനിച്ചു. എനിക്കൊരു ചെറിയൊരു ഉറപ്പിൻ്റെ സാധ്യത വന്നപ്പോഴാണ് ഞാനത് ഫൈനലി ഡിസൈഡ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അതുപോലെ ഞാൻ മേടിച്ച് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്കത് പെർഫെക്റ്റ് ആണ്. മുടക്കിയതിൻ്റെ ആ കറക്റ്റ് എവറി പെന്നീസ് എന്തോ വിലയുണ്ട് അത്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിഗ്രറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ ഡോണ്ട് മേടിക്കാതിരിക്കുക, അങ്ങനെ EMI മേടിക്കാതിരിക്കുക. അത് പിന്നെ അതൊരു പാരയായിട്ട് വരും. പാരയാകത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മേടിക്കുക. അതായത് റിഗ്രറ്റ് ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് മേടിക്കുക. പിന്നെ ഐഫോൺസ് ആൻഡ് സാംസങ് അത് വേറൊരു ഫീൽഡാണ്, അതിലേക്ക് നമുക്ക് വരാം. അടുത്തായിട്ടുള്ളൊരു ഫോൺ എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിൽ എനിക്ക് തന്നെ നടക്കുന്നുണ്ട് എന്നാലും, അതായത് ഒരു ഫോൺ ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കയ്യിൽ ഇൻഹാൻഡ് ഫീൽ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ അൾട്രാ ഫോൺസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കടയിൽ പോകാൻ എടുക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ഒരു ഫോൺ ഫീൽ ചെയ്യാൻ പറ്റും. ഫോൺ കയ്യിലെടുക്കുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. അതൊരു രീതി നല്ലതാണ്. കാരണം വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് അത് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. അതെങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അല്ല അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫീൽ ചെയ്യിപ്പിക്കാം, നല്ലതായിരിക്കും. കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യാതെ ഓഫ്ലൈനിലേക്ക് പോയി നിങ്ങൾ അവസാനം കൊപ്പോയും വിവോയും മേടിക്കും. അതാണ് എനിക്കൊരു സങ്കടം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഓഫ്ലൈനിൽ തള്ളാത്തത്. പക്ഷേ കുറേയേറെ ഓഫ്ലൈൻസ് നല്ല സ്റ്റോറുകളുണ്ട് കേട്ടോ. ഈ ഓൺലൈൻ സെൻട്രിക് ഫോൺസ് അത്യാവശ്യം സിമിലർ റേറ്റിൽ വിൽക്കുന്ന കുറേ കടകളുണ്ട്, അവരിലേക്ക് നിങ്ങൾക്ക് സമീപിക്കാം. അല്ലാതെ കൊപ്പോ വിക്കോ ഒക്കെ പറ്റുമെങ്കിൽ ഈവൻ സാംസങ്ങിൻ്റെ കുറച്ച് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞത് ഫോൺസ്, ഇവരിലും നല്ല ഫോൺസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാത്തിനും ഫാൻസ് ഉള്ളതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, എല്ലാം ഒഫെൻസീവാണ് എന്നതാണ്. എനിവേ ഞാൻ പറയാം. എന്തായാലും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പം ഞാൻ ഇത്രയും നാളും എൻ്റെ ഒരു വിലയിരുത്തൽ, എൻ്റെ പേഴ്സണൽ വിലയിരുത്തലിൽ അൾട്രാ ഫോൺസ് എന്ന് പറയുമ്പോൾ ഈ ഒരു 40,000 ഫോൺസുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. അപ്പോൾ 40,000 രൂപ വരെയുള്ള ഒരു ഫോൺസിൻ്റെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു 10% ഇൻക്രീസ്ഡ് എക്സ്പീരിയൻസ്, അതായത് ഒരു 10% ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങൾ 40,000 രൂപയുടെ ഒരു ഫോൺ എന്ന് അതിൻ്റെ മേളിലോട്ടുള്ള 1 ലക്ഷം അല്ലെങ്കിൽ 60, 80 അല്ല 50 ആ ഒരു റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ, ലൈക്ക് ഐഫോൺ, സാംസങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അൾട്രാ ഫോൺസ്, OnePlus ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 10% കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 90% അല്ലെങ്കിൽ ഒരു 85%ഓളം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും. കാരണം ക്യാമറ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാ സാധനവും നിങ്ങൾക്ക് വേണ്ട രീതിയിലെല്ലാം കിട്ടും. പക്ഷേ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ 10% എന്നേ പറയാമല്ലോ, അത് വളരെ കുറവാണ്. ഇപ്പം ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ക്യാമറ, പക്ഷേ ഒരിക്കലും വേറൊരു ഫോണിൻ്റെ ക്യാമറ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഐഫോൺ ഈ പറഞ്ഞ കിങ് ആണ്, ഇത് പൊട്ടയാണെന്ന് പറയാൻ പറ്റും, ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ ഇതിനേലും ഇച്ചിരി ബെറ്റർ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ആ ഒരു ബെറ്റർ നിങ്ങൾ കൊടുക്കുന്നത് 60,000 രൂപ കൂടുതൽ കൊടുത്താണ് ആ ബെറ്റർ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ആ 60,000 രൂപ ആ ബെറ്ററിൽ മുടക്കണോ വേണ്ട, അതായത് അതിൻ്റെ മൂല്യത്തിന് മുകളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു സജഷനിൽ എപ്പോഴും ഒരു ബഡ്ജറ്റ് ഒരു 40 താഴെ പിടിക്കുക. അതായത് നമുക്കിപ്പോൾ ഈ ഒരു വർഷം സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വർഷമാണ്. 30 to 40 കിടിലം ഫോൺസ് ആണ് ഉള്ളത്. ഈവൻ 30 താഴെ ഒരു 25 തൊട്ട് 40 വരെ കുറേയേറെ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഇതിനകത്ത് ഏതെടുത്താലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 85% പെർഫെക്റ്റ്ലി എക്സ്പീരിയൻസ് കിട്ടും. ഓഫ് കോഴ്സ് സത്യമായിട്ടും ഇത്ര നാൾ നമുക്കത് പറയാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ പോലും ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങളൊരു പ്രീമിയം അൾട്രാ പ്രീമിയം ഫോണിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. പിന്നെ അത് മേടിക്കേണ്ടവർക്ക് മേടിക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വാല്യൂ പ്രിഫർ ചെയ്യുന്നവർക്കാണ് ഞാൻ കൂടുതൽ പറയുന്നത് കേട്ടോ. വാല്യൂ പ്രിഫർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് അത് അത്രയ്ക്ക് നിങ്ങൾ പോകണമെന്നില്ല, ഈ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടും. ഇനി അടുത്തായിട്ട് പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആപ്പിൾ, സാംസങ് പോലുള്ള വമ്പന്മാരിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രാൻഡ് വാല്യൂവിനേലും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ആ ഫോണിൻ്റെ വാല്യൂ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ഫോൺ നോക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് താരതമ്യേന കുറവായിരിക്കും. അപ്പം കൂടുതലും ഈ പറഞ്ഞ പോലെ ആ ഒരു ഫോണുകൾക്ക് അവരുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞ ആ ഒരു ടേമിനകത്ത് തന്നെ ഉണ്ട്. ആ ഒരു ബ്രാൻഡിന് നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നു. ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ്, നിങ്ങൾ എക്സ്ട്രാ കൂടുതൽ കൊടുക്കുകയാണ് അവരുടെ പേരിന് വേണ്ടി. ഓഫ് കോഴ്സ് ആപ്പിളിൻ്റെ അതെ വവ്വാല് കടിച്ച ആപ്പിൾ, അതെ ആ ഒരു സാധനത്തിന് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുകയാണ്. അപ്പം അത് നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾക്കിപ്പം ഒരു 40,000 രൂപ ഫോണിൽ അവർ ആ ഒരു പ്രൈസിൽ 40,000 രൂപയ്ക്കുള്ള എല്ലാം തരുന്നുണ്ടെങ്കിൽ അത് വേറൊരു ബ്രാൻഡ് ആയിക്കോട്ടെ, നിങ്ങൾ അത് പ്രിഫർ ചെയ്യുക. അല്ലാതെ ഈ പറഞ്ഞ വവ്വാല് കടിച്ചതും പിന്നെ വട്ടത്തിനകത്തിരിക്കുന്ന വെള്ള ഫോണ്ടിൽ എഴുതിയേക്കുന്ന കമ്പനിയിലൊക്കെ പോകാതിരിക്കുക, ലൈക്ക് നീല വട്ടത്തിനകത്ത് കേട്ടോ. അപ്പം അതാണ് ബ്രാൻഡ് വാല്യൂവിനും കൂടുതൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിനെ പറ്റി നോക്കുക. സജഷനാണ് കേട്ടോ, ഇതെല്ലാം സജഷൻസ് ആണ്, ഞാൻ അടിച്ചേൽപ്പിക്കത്തില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടം. അവസാനം എൻഡ് ഓഫ് ദ ഡേ ഞാനല്ല ഫോൺ മേടിക്കും, നിങ്ങളെ മേടിക്കും. ഓഫ് കോഴ്സ് എനിക്ക് ഫോൺ മേടിക്കേണ്ടി വരുമ്പോൾ ഞാനും ഇത് ചിന്തിക്കേണ്ടി വരും, സത്യം. അടുത്തായിട്ടുള്ളതാണ് ആക്ച്വലി ഞാൻ പോലും അധികം കെയർ ചെയ്യാത്ത സാധനം, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ആൾക്കാർക്ക് അത് കൺസേണുമാണ്. അതായത് നല്ല അപ്ഡേറ്റ്സും സർവീസും തരുന്ന ബ്രാൻഡുകൾ നോക്കി
നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി എനിക്ക് തന്നെ അത് ഒരു ബുദ്ധിമുട്ടായെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മോട്ടറോള ഫുള്ള് സജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും പറഞ്ഞ സർവീസ് മോശമാണെന്നുള്ള. അവിടെയാണ് എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. കാരണം സർവീസ് മോശമാണെങ്കിൽ മോശമാണ്, അവരിട്ട് ഇമ്പ്രൂവ് ആകുന്നുമില്ല. നമുക്ക് വേറെ വിഷയം എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ ഒരു ബ്രാൻഡ് ഇല്ലാന്ന് തരും. സർവീസും എല്ലാം സ്പെസിഫിക്കേഷൻസും പ്രൈസും എല്ലാം മികച്ചിരിക്കുന്ന ഒരു കമ്പനി സത്യം പറഞ്ഞാൽ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഈവൻ എൻ്റെ ഫോൺ അയക്കുകയാണെങ്കിൽ പോലും ഞാൻ നോക്കിയിട്ട് സർവീസ് ഒന്നാമത് സെൻറ്റർ കുറവാണ്, സർവീസ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ എന്താ താരതമ്യേന അത് ഇച്ചിരി പുറകോട്ടാണ്. ഷവോമി റിയൽമി ഒക്കെ സർവീസ് അടിപൊളിയാണെങ്കിലും പ്രോഡക്റ്റുകൾക്ക് ഇപ്പം അത്ര ഒരു ലെവൽ വന്നിട്ടില്ല. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പിന്നെ അവസാനം നിങ്ങളുടെ ചോയ്സാണത്. നിങ്ങൾ ഇപ്പം ഞാൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും ഞാനത് എങ്ങനെയും ഡീൽ ചെയ്യുന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ആ ഒരു സംഭവം നോക്കാത്തത്. പക്ഷേ നിങ്ങൾക്കത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അതിനനുസരിച്ചുള്ള ബ്രാൻഡുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് അപ്ഡേറ്റ്സിനാണെങ്കിൽ പോലും സർവീസിൻ്റെ എസ്പെഷ്യലി അപ്ഡേറ്റ്സിന് പിന്നെ പോട്ടെ, ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും പതിയെ അപ്ഡേറ്റ്സ് നന്നാക്കുന്നുണ്ട്. പിന്നെ പല ബ്രാൻഡുകളും ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ ബില്ല് പാര നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ അപ്ഡേറ്റ്സിനും പേടിക്കണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ബ്രാൻഡുകളും പ്രിഫർ ചെയ്യാം. അപ്പം നല്ല സർവീസ് കിട്ടാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ അതിനനുസരിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾ സ്പെസിഫിക്കേഷനിലും കുറച്ച് കട്ട് ചെയ്യേണ്ടി വരും. അതായത് എല്ലാം നമുക്ക് കിട്ടത്തില്ല, എല്ലാം ഓൾമോസ്റ്റേ കൊണ്ട് എത്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഫോൺ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും